ഡെന്റിസ്ട്രിയെ പറ്റി പല തരത്തിലുള്ള ഡെന്റിസ്റ്റിന് എന്തെല്ലാം ആകാമെന്ന് പഠിച്ചു. അതോടൊപ്പം തന്നെ ഉള്ള മറ്റൊരു ഭാഗമാണ് ഡെന്റൽ ക്ലിനിക്കുകളും ഡെന്റൽ ലാബുകളും. അതിനെല്ലാം അവിടെയും ജോലി സാധ്യതകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇപ്പോൾ ഡെന്റിസ്ട്രിക്ക് പോകാൻ സാധ്യതയില്ല, നിങ്ങൾ പഠിച്ചത് മറ്റൊരു വിഭാഗമാണെങ്കിലും നിങ്ങൾക്ക് ദന്ത ചികിത്സാ രംഗത്തോട് നിങ്ങൾക്ക് അഭിരുചി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡെന്റൽ അസിസ്റ്റൻ്റ് ആകാം. ഡെന്റൽ അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സുകൾ പല ഡെന്റൽ കോളേജുകളുടെയും ഭാഗമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡെന്റൽ ഹൈജീനിസ്റ്റ് അല്ലെങ്കിൽ ഡെന്റൽ അസിസ്റ്റൻറ്റ്, നിങ്ങൾക്ക് ഒരു രോഗിയെ ചികിത്സിക്കാൻ സാധിക്കില്ലെങ്കിലും രോഗിയുടെ പല്ല് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ഇംപ്രഷൻ എടുക്കുക, അവരുടെ ഫോട്ടോസ് എടുക്കുക, അവരുടെ റെക്കോർഡ്സ് സൂക്ഷിക്കുക, ഇങ്ങനെയുള്ള ഒരു സാധ്യതയുള്ള ഡെന്റൽ അസിസ്റ്റൻറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഡെന്റൽ നേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സാധാരണ നഴ്സിംഗ് പോലെയല്ല, നിങ്ങൾക്കൊരു 3 മാസത്തെ കോഴ്സ് ഡിപ്ലോമ കോഴ്സായിട്ട് ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഡോക്ടർമാരോട് കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ റെക്കോർഡ്സ്, അതുപോലെ തന്നെ ഇംപ്രഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ നിങ്ങളുടെ വായിൽ പല്ലിൻ്റെ പലപ്പോഴും അളവെടുക്കുക, അതുപോലെ തന്നെ പല്ലിൻ്റെ കാസ്റ്റ് ഒഴിക്കുക, അങ്ങനെയുള്ള ഡെന്റൽ ക്ലിനിക്കുകളിലെല്ലാം ലഭിക്കാൻ സാധ്യതയുള്ള വളരെ ഒരു നല്ല ഒരു ജോലി സാധ്യതയാണ് ഡെന്റൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഡെന്റൽ നഴ്സ്. പുറം രാജ്യങ്ങളിൽ ഡെന്റൽ അസിസ്റ്റൻറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം അവരെ ഡെന്റൽ ഹൈജീനിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അവർ അല്ലെങ്കിൽ ഡെന്റൽ അപ്രന്റീസ് എന്ന് പറയും. നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന പല ഡെന്റിസ്റ്റുമാരും അവിടെ പോയി ജോലി ചെയ്യുന്നത് പലപ്പോഴും ഡെന്റൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ് ആദ്യമെല്ലാം. അതിനുശേഷമാണ് അവർ പരീക്ഷ പാസ്സായതിനു ശേഷമാണ് അവർ ഡെന്റിസ്റ്റ് ആവുന്നത്. അതേ ജോലി തന്നെ നമ്മുടെ നാട്ടിലും വളരെയധികം ലഭ്യമാണ്. ഇനി മറ്റൊരു ഭാഗമാണ് ഡെന്റൽ ലാബ് അല്ലെങ്കിൽ ഡെന്റൽ ലാബ് ടെക്നീഷ്യൻ. ഡെന്റൽ ലാബ് ടെക്നീഷ്യൻ മിക്കവാറും വലിയ ഡെന്റൽ ക്ലിനിക്കുകളിലെല്ലാം ആവശ്യമാണെങ്കിലും അവരുടെ ഏറ്റവും അത്യാവശ്യം സെറാമിസ്റ്റ് അല്ലെങ്കിൽ ഡെന്റൽ ലാബ് ടെക്നീഷ്യനെ ആവശ്യം ഡെന്റൽ ലാബുകളിലാണ്. അഥവാ പല്ലുകൾ ഉണ്ടാക്കുന്ന വലിയ ഫാക്ടറികൾ പോലത്തെ വലിയ സംരംഭങ്ങളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ 2ാമത്തെ വലിയതുമായ ഫാക്ടറി നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ 400ഓളം ഡെന്റൽ ലാബുകൾ കേരളത്തിൽ മാത്രമുണ്ട്. ഇന്ത്യയിൽ ഉടനീളം ഏതാണ്ട് 1600ഓളം ഡെന്റൽ ലാബുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയെല്ലാം വർക്ക് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു 20 പേരെങ്കിലും ചെറിയ ലാബുകളിലും വലിയ ലാബുകളായ ഡെൻകെയർ ഡെന്റൽ ലാബ് പോലെയുള്ള ലോകത്തിലെ വലിയ ലാബുകളിലൊക്കെ 4000ഓളം പേര് ജോലി ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ ഡെന്റൽ ടെക്നീഷ്യനോ ഡെന്റൽ സെറാമിസ്റ്റോ ആണ്. അതും വലിയൊരു ജോലി സാധ്യത തന്നെയാണ്. അത് പല യൂണിവേഴ്സിറ്റികളും അവർ 3 കൊല്ലത്തെ കോഴ്സായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലാബുകളിൽ തന്നെ ഇപ്പോൾ പല തൊഴിൽ മെച്ചപ്പെടുത്തുന്ന സ്കില്ലിംഗ് സിസ്റ്റത്തിൽ പോയി നിങ്ങൾക്ക് ഡെന്റൽ അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെന്റൽ ലാബ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ലാബ് അസിസ്റ്റൻറ്റ് കോഴ്സുകളിലും നിങ്ങൾക്ക് പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഡെന്റൽ മേഖലയിൽ ഡെന്റിസ്റ്റ് ആവാതെ തന്നെ ജോലി ചെയ്യാനുള്ള മറ്റൊരു വലിയ ഭാഗം. നിങ്ങൾക്ക് ഡെന്റൽ ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡെന്റൽ ലാബ് തുടങ്ങാൻ സാധിക്കും. ഡെന്റൽ ലാബ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ കേരളത്തിലെ ഡെന്റൽ ലാബുകൾ പലതും ഡെന്റൽ ലാബ് ടെക്നീഷ്യന്മാർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അവരെല്ലാവരും തന്നെ വളരെ നന്നായിട്ട് പോകുന്നതുകൊണ്ടാണ് 400ഓളം ഡെന്റൽ ലാബുകൾ കേരളത്തിലുടനീളം ഉള്ളത്. പലപ്പോഴും ഡെന്റൽ ക്ലിനിക്കിനോടനുബന്ധിച്ച് പലപ്പോഴും ഡെന്റൽ ലാബുകൾ ചെറുതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തും നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യത.